ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എക്കെ ട്രാവൽ ലോഗ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഒരു 6-6:30 സമയമായി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു വെള്ളിയാഴ്ച ദിവസം നേരുന്നു. നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയും കൂടെ പോവുകയാണ്. ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനി ദിവസം കൂടുമോ എന്നറിയില്ല. എന്തായാലും ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്നാഹങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു പ്രിപ്പറേഷനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊണ്ടാണ് പോകുന്നത്. കാരണം ഇപ്പോൾ ഹോട്ടലിലുള്ള വിലയും വിലക്കയറ്റവും എല്ലാം കൊണ്ടും അതുകൊണ്ട് ചെറിയൊരു എക്കണോമിക് റേറ്റിൽ ഇപ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ചുണ്ട്, അതിൻ്റെ കറി അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുറച്ച് കുടിവെള്ളം. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ വച്ചു. വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വണ്ടിയിൽ യാത്ര തിരിച്ചു. ഇപ്പോൾ നമ്മൾ വഴിമുക്ക് എത്തി. നമുക്ക് ബാലരാമപുരം വഴി പോകാം. കാരണം വണ്ടിക്ക് CNG ഫില്ല് ചെയ്യണം. ബാലരാമപുരം, ഓൾട്ടമ്പലം, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. നമ്മളിപ്പോ മെയിനായിട്ട് പോകുന്നത് കോട്ടൂരാണ്. കോട്ടൂർ ആനസങ്കേതത്തിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോ നമ്മളങ്ങനെ വഴിമുക്കൊക്കെ കഴിഞ്ഞ് ബാലരാമപുരം എത്താറായി. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു പള്ളിയാണ്, തൈക്കാപ്പള്ളി എന്ന് പറയും. ഇട സൈഡ് ചട്ടിക്കച്ചവടം. അപ്പൊ നമ്മളങ്ങനെ ബാലരാമപുരം ജംഗ്ഷൻ എത്തി. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോവേണ്ടത്. ലെഫ്റ്റിലോട്ട് പോയാൽ വിഴിഞ്ഞം, നേരെ പോയാൽ തിരുവനന്തപുരം, റൈറ്റിലോട്ട് പോയാൽ കാട്ടാക്കട. നമുക്ക് റൈറ്റിലേക്കാണ് പോവേണ്ടത്. അപ്പൊ നമ്മളങ്ങനെ റൈറ്റിലേക്ക് കയറ്റി വിട്ടു. ഈ റോഡ് നമുക്ക് നേരെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടും പോവാം. അല്ലെങ്കിൽ നേരെ കാട്ടാക്കട, കോട്ടൂര്, നെയ്യാർ ഡാം, അതെല്ലാം ഈ റൂട്ടാണ് പോകാനുള്ളത്. നല്ല തിരക്കാണെന്ന്. അങ്ങനെ നമ്മൾ ക്ലോസ് ആയി. നമുക്കിവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ക്ലോസ് ആയില്ല. ക്ലോസ് ആയി അല്ല, നമ്മൾ എത്തിയതും ലെവൽ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ റൈറ്റിലേക്ക് പോയാൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ട്രെയിൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ട്രെയിൻ വരുന്നുണ്ട്. പതുക്കെ ട്രെയിൻ അങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഇതെന്താ സ്ലോ മോഷനിലാണോ ട്രെയിൻ വരുന്നത്? വളരെ പതുക്കെയാണല്ലോ വരുന്നത്. എന്ത് പറ്റി ട്രെയിനിന്? എന്നാലും ബാലരാമപുരം സ്റ്റേഷൻ വിടുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോവേണ്ടതാണ്. ഇതായിപ്പോ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ട്രെയിനൊക്കെ കണ്ടോളൂ, വണ്ടിയിലിരിക്കുന്നവർ.
പൈലറ്റൊക്കെ ഡോറൊക്കെ തുറന്ന് പച്ചക്കൊടിയൊക്കെ കാണിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഇപ്പോഴാണ് ഹോൺ അടിച്ചത്. ഇപ്പോഴാണ് സിഗ്നൽ ആയതെന്ന് തോന്നുന്നു. വണ്ടി അതൊക്കെ മൂവ് ആവുന്നുണ്ട്. Ladies only compartment, luggage and brake car, second class. Town Tiruvandhuram North. ഇത് ഏത് വണ്ടിയാ? ഇത് കാക്കിനട പട്ടണം ടു ട്രിവാൻഡ്രം നോർത്ത്. കാക്കിനട പട്ടണം എന്ന് പറയുമ്പോൾ കർണാടക. കർണാടക ടു ട്രിവാൻഡ്രം നോർത്ത്. ഇത് കൊച്ചുവേളിക്ക് പോകുന്ന ട്രെയിനാണ്. വണ്ടി ലേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ട്രെയിൻ പോയി. ഇനിയിപ്പോ ഗേറ്റ് ഓപ്പൺ ആവും. ലെവൽ ക്രോസ് ഇപ്പോൾ ഓപ്പൺ ആവുന്നതാണ്. അതാ ഗേറ്റൊക്കെ തുറന്നു, നമുക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു അതെ ഇവിടെ ഇനിയിപ്പോ ഒരു ബഹളമാണ്. വണ്ടികൾ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ എല്ലാവരും റോങ് സൈഡ് കയറിയാണ് നിന്നിട്ടുള്ളത്. എന്തായാലും ബുദ്ധിമുട്ടിയേ പോവുള്ളൂ. ഫ്രണ്ട്സ്, എല്ലാം കൊണ്ട് ഇവിടെ ഭയങ്കര ട്രാഫിക് ജാം ആയിരിക്കുകയാണ്. ബൈക്കുകാരെല്ലാം റോങ് സൈഡ് കയറി ബസ്സിന് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി. അങ്ങനെ ബൈക്കുകൾ തമ്മിൽ ചെറിയ തട്ടുമുട്ടൊക്കെ നടക്കുന്നുണ്ട്. ബൈക്ക് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഇതങ്ങ് മാറി. ഇനി പതുക്കെ ഉള്ളിലോട്ട് പോവുകയാണ്. സൂം ചെയ്തോ. ട്രെയിനിന്റെ അവിടെ ഒരു ടണലുണ്ട്. ടണലിനകത്തോട്ട് കയറി പോകും ട്രെയിൻ. ഭയങ്കരമായി വണ്ടികൾ, നിറച്ച് വണ്ടികളാണ്. കൂടുതലും 2 വീലേഴ്സ് ആണ്. ടൂ വീലറിന്റെ തിരക്ക് മാറിയപ്പോൾ അടുത്ത് 4 വീലേഴ്സ് ഇങ്ങനെ നിരനിരയായി കിടപ്പുണ്ട്. ഏതാണ്ടൊരു 200-400 മീറ്ററോളം നീണ്ടു കിടക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇപ്പൊ എഴുത്താവൂരെത്തി. ഇവിടെ ഒരു മുരുകന്റെ അമ്പലമുണ്ട്. അതൊന്ന് ഭയങ്കരമായത് മുകളിലാണ് അത് ഉള്ളത്. വലിയൊരു മലയൊക്കെ കയറി പോണം. ഇതിന്റെ ബാക്കിൽ കൂടെ ഒരു എൻട്രി ഉണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ കുത്തുകയറ്റമാണ്. ആ റോഡ് നല്ല പോലെ കോൺക്രീറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ക്ലച്ച് വണ്ടിയിലൊക്കെ കയറുമ്പോ, കാറൊക്കെ കയറുമ്പോ ക്ലച്ച് താങ്ങി ആക്സിഡന്റ് ഫുൾ ചവിട്ടി കയറ്റിയാലേ വണ്ടി കയറുള്ളൂ. അത്രയ്ക്ക് കുത്തു കയറ്റമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പടികളൊക്കെ ഉണ്ട്. നടന്ന് താഴോട്ടൊക്കെ വരാം. അത് നല്ലൊരു കാഴ്ചയാണ്. അതൊരു ദിവസം നമുക്ക് വീഡിയോ എടുത്തിടാം. എന്തായാലും നമുക്ക് നേരെ CNG പമ്പിലേക്ക് പോവാം. ഉരുട്ടമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് പോണം. ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ടാവും. നമ്മൾ CNG സ്റ്റേഷനിലെത്തി. അതിന്റെ ലോഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ ക്യൂ നിൽക്കണം.
നമുക്ക് ഇനി CNG അടിക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് CNG ഒക്കെ അടിച്ചു. അപ്പൊ നമുക്കിനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എവിടെയെങ്കിലും സ്ഥലം ഉള്ള, വണ്ടി ഒതുക്കാൻ സ്ഥലമുള്ള ഇടം നോക്കി നിർത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നൊരു വെറൈറ്റി ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്. കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇറങ്ങി വണ്ടി ഒതുക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഒരിടത്ത് വണ്ടി ഒതുക്കി നിർത്തി നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ ദോശയാണ് നമുക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ദോശ ഷെയറിംഗ് ഒക്കെ നടക്കുകയാണ്. ഓരോരോ പ്ലേറ്റിലായിട്ട് എടുത്ത് വെക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെ നമ്മള് നെടുമങ്ങാട് കാട്ടാക്കട നെയ്യാറാം റോഡിൻ അവിടെ നിൽക്കുവാണ്. നമ്മൾ ജസ്റ്റ് ഒരു വലിയ മരത്തിന്റെ താഴെയായിട്ട് വണ്ടി ഒതുക്കി ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നു. എല്ലാമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കുള്ള പങ്ക് ദോശയും കറിയെല്ലാം എനിക്കിവിടെ കിട്ടി. ദോശ, ഉരുളക്കിഴങ്ങ്, ചമ്മന്തി, അതാണ് ഇന്നത്തെ മെനു രാവിലത്തെ. അപ്പൊ നമുക്ക് എന്തായാലും കാപ്പി കുടിക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. നല്ല ദോശയും ചമ്മന്തിക്കറിയും അല്പം ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു ഫുഡ്. അങ്ങനെ കഴിച്ചു. എന്നിട്ട് നമ്മളങ്ങനെ യാത്ര തിരിച്ചു. നമ്മൾ നേരെ പോകുന്നത് കോട്ടൂര് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മള് കണ്ടല എത്തി. കണ്ടല ഈ ഇട സൈഡ് കാണുന്നതാണ് സ്കൂള്, ഗവൺമെന്റ് ഹൈസ്കൂൾ കണ്ടല. സൈഡ് ഒരു അത്തർ കടയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കാട്ടാക്കട വഴിയാണ് പോവാൻ. അപ്പൊ കാട്ടാക്കട ജംഗ്ഷൻ ഇനി ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോ തൂങ്ങാമ്പാറ ജംഗ്ഷൻ എത്തി. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. ഇത് കുരിശടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ കടകളുണ്ട്. ചെറിയ ഓട്ടോ സ്റ്റാൻഡ് കാണാം. തൂങ്ങാമ്പാറ ജംഗ്ഷൻ കഴിഞ്ഞു. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. ചെറിയൊരു ടൗൺ ആണ്. ബോർഡ് കാണാം. കാട്ടാക്കട നേരെ, തിരുവനന്തപുരം ലെഫ്റ്റ്, കിള്ളി ലെഫ്റ്റ്. കിള്ളി എന്ന് പറയുമ്പോ അവിടെ ഒരു ആറുണ്ട്, കിള്ളി ആറ്. തണ്ണിമത്തൻ കച്ചവടം തുടങ്ങി. 5 കിലോ തണ്ണിമത്തൻ 100 രൂപ എന്നാണ് ബോർഡ് വച്ചിരുന്നത്. നമ്മളിപ്പോ ഏതാണ്ട് കാട്ടാക്കട ജംഗ്ഷൻ അടുക്കുന്നു. ഫ്രണ്ട്സ് നല്ല ഒരു മഴക്കാറുണ്ട്. മഴ പെയ്യുമോ ഇല്ലേ എന്നുള്ള സംശയത്തിലാണ്. നല്ല മഴക്കാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് കാട്ടാക്കട, നെടുമങ്ങാട്, പൊന്മുടി സൈഡിലെന്നാണ് പറയുന്നത്. നല്ല പോലെ കാർമേഘം കയറിയിട്ടുണ്ട്. നമ്മളിപ്പോ കാട്ടാക്കട ടൗൺ എത്തി. അതൊരു വലിയൊരു ടൗൺ ആണ്. അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കാട്ടാക്കട. ഇവിടെ നിന്ന് തുടങ്ങുന്നു കാട്ടാക്കട ടൗൺ. രണ്ട് സൈഡും നമുക്ക് കാണാൻ നിറച്ച് കടകളുണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു കച്ചവട ഏരിയയാണ്. റൈറ്റ് സൈഡ് കാണുന്ന റെഡ് ബിൽഡിംഗ് ആണ് KSRTC കോംപ്ലക്സ്. എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാം. KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് കാട്ടാക്കട.
കാട്ടാക്കട എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് പോവേണ്ടത്. ലെഫ്റ്റ് ആണ് നമുക്ക് റൈറ്റ് പോകുന്നത് നമുക്ക് നെയ്യാർ ഡാം അതൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ലെഫ്റ്റ് കയറി ഇവിടെ എല്ലാം നിറച്ച് കടകളാണ്. അങ്ങനെ വെയിലെല്ലാം മങ്ങി മഴക്കാറ് കയറി. ഈ റോഡ് സൈഡ് ഇതാ ഒരു അമ്പലം കാണാം. ലെഫ്റ്റ് സൈഡില് മേലാങ്കോട് മുത്താരമ്മൻ ക്ഷേത്രം. ഇതെല്ലാം കാട്ടാക്കടയിലെ ഭാഗമാണ്. അതാ റൈറ്റ് സൈഡ് ഒരു ബോർഡ് കാണാം, നന്ദി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇത്രയും ദൂരം കാട്ടാക്കടയാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, CSI ചർച്ച്. ഇവിടെയാണ് കാട്ടാക്കട ചന്ത. മാർക്കറ്റ് ഏരിയ എത്തി നമ്മള്. റൈറ്റ് സൈഡ് കാണുന്ന അതൊരു ഗുരുമന്ദിരമാണ്. നമുക്കിനി ഒരു 5 കിലോമീറ്ററോളം പോയിട്ടാണ് ഇനി അടുത്ത ടേണിങ്. നമുക്ക് എന്തായാലും പോയേക്കാം. ഒരു വലിയൊരു മരം നമുക്ക് കാണാം. പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. മഴത്തുള്ളി പെയ്യുന്നുണ്ട്. അതാ മഴ പെയ്യുന്നു. മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പൂവച്ചൽ ജംഗ്ഷൻ എത്തി. ഇവിടെ ഒരു 30 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ വണ്ടിയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്തെല്ലാം മാരുതി 800 ആണെന്ന് തോന്നുന്നു. സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ കാണാം. ഡ്രൈവിംഗ് സ്കൂള്, കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് മിക്സിംഗ് സ്ലാബ് വർക്ക് നടക്കുകയാണ്. മഴ മാറി ഫ്രണ്ട്സ്, ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, നമുക്ക് കാണാം. ചെറിയൊരു ഗാർഡനാണ്, കുറച്ച് പൂച്ചെടികൾ ഉള്ള ഒരു ഗാർഡന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. അതിന്റെ കൂടെ ഒരു കാർ വാഷിംഗ് ഏരിയയും കണ്ടു. അപ്പൊ നമുക്കിനി ഒരു 500 മീറ്റർ പോയിട്ട് നമുക്ക് റൈറ്റിലേക്ക് തിരിയണം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്നാണ് റൈറ്റിലേക്ക് പോവേണ്ടത്. 2 റൂട്ടുണ്ട്. ലെഫ്റ്റ് കയറിയും പോകാം, കുറ്റിച്ചല് വഴിയും കോട്ടൂര് പോവാം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് വേഴുമൂട് സ്ഥലത്തിന്റെ പേര്, ഇവിടെ തിരിഞ്ഞും പോവാം. ഇവിടെ നിന്ന് തിരിഞ്ഞ് 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മൾ നെടുമങ്ങാട് ഹൈവേ കയറും.
ഹൈവേ കയറിയിട്ട് മെയിൻ റോഡാണ്. മെയിൻ റോഡ് കയറി അങ്ങനെ കയറി നേരെ കോട്ടൂര് പോവാം. നല്ലൊരു സീനറിയാണ്. ഇതാ റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഫുള്ള് നല്ലൊരു സീനറി, ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ ഒരു ഉൾനാടൻ പ്രദേശത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. വാഴ കൃഷിയുണ്ട്, അവിടെ ഇവിടങ്ങളിലെ വീടുകളും ഉണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ്. ഈ റോഡൊക്കെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ടാർ ചെയ്തിട്ട്. ഇതിനു മുമ്പ് ഭയങ്കര മോശമായിരുന്നു റോഡ്. നല്ല കാഴ്ചകളാണ് നമുക്ക് കണ്ടുപോവാം. ചെറിയൊരു കയറ്റമാണ്. നമ്മളങ്ങനെ ചെറിയൊരു കയറ്റം കയറി. ദൂരെ ഒരു മല കാണാം, പക്ഷെ അത് ക്യാമറയിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. നല്ലൊരു വ്യൂ ആണ്. ഇതാണ് ലൂർദ് മാത കോളേജ്. ഇതാണ് ലൂർദ് മാത കോളേജ്. ചെറിയ കാറ്റുണ്ട് പുറത്ത്. നല്ലൊരു വഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ ഇട സൈഡത്ത് ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. മാർ തോമസ് ലീഹ പള്ളി അവരുടെ സ്ഥലം. ഇവിടെ ചെറിയ ഹോം സ്റ്റേ ഉണ്ട്. ഇടത്തോട്ട് പള്ളിക്കാട് റൈറ്റ്. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പള്ളിക്കാട്. നമ്മളങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇനി നമുക്കൊരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോ എത്തും ലൊക്കേഷനിൽ. ഹോട്ടൽ കിരൺ. ഫ്രണ്ട്സ്, നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കടയിൽ നിർത്തി. കുറ്റിച്ചൽ. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. ഫ്രണ്ട്സ്, മഴ പെയ്യാണ്. ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചപ്പോൾ മഴ പെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പോയിക്കാം. മഴ ഉറയ്ക്കുന്നു. ഫ്രണ്ട്സ്, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചെറിയ മഴ പെയ്തു. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയാണ് പോകാനുള്ളത്. അപ്പൊ കടയിൽ ചോദിച്ചോ പറഞ്ഞു ഇനി ഒരു മാക്സിമം ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ഉൾനാടൻ പ്രദേശമാണ്.
ഇവിടെ ഒരു ആൽമരം ജംഗ്ഷൻ, അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് അക്ഷയ കാത്തിരിപ്പ് കേന്ദ്രം തച്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തി. ഇവിടെ ഒരു 3 കിലോമീറ്റർ പോയാൽ കോട്ടൂർ കാപ്പുകാട് റോഡ്. ഇവിടെ ഒരു വുഡ് ഫർണിച്ചർ കടയുണ്ട്. റൈറ്റ് സൈഡ് എല്ലാം റബ്ബറാണ്. അത് നഴ്സറി ഗാർഡൻ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ചു, റബ്ബറൊക്കെ ആയിരുന്നു. കുറെ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോയി. ഇവിടെയൊക്കെ ഇങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലം പോലെ കിടക്കുകയാണ്, നിറച്ച് റബ്ബർ തോട്ടം. കുറച്ച് വാഴ കൃഷി കാണാം. അങ്ങനെ പച്ച നെറ്റൊക്കെ കെട്ടി തിരിച്ചു വച്ചിട്ടുണ്ട്. ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് പാരലായിട്ടാണ് കുറ്റിച്ചൽ കോട്ടൂർ റോഡ്. അതാണ് കുറച്ചുകൂടെ മെയിൻ റോഡ്, വലിയ റോഡ്. പിന്നെ ഇതുവഴി വന്നാൽ ഇങ്ങനെ കുറച്ച് ഗ്രാമീണ കാഴ്ചകൾ കണ്ട് പോകാം. വളരെ രസകരമായ കാഴ്ചകൾ കാണാം. ഒരു ഫോറസ്റ്റ് റേഞ്ചിനകത്തൂടെ പോയതുപോലെയൊക്കെ തോന്നുന്നു. അത്രയ്ക്ക് മനോഹരമായ അവിടെ ആയിട്ട് 1-2 വീടുകൾ മാത്രമുണ്ട്. റൈറ്റ് സൈഡൊക്കെ കാണുമ്പോൾ അസൽ കാട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. താഴെ പൈനാപ്പിൾ കൃഷി കാണാം, കുറച്ച് വാഴ കൃഷി കാണാം. ഇവിടെ നിറച്ച് പൈനാപ്പിൾ കൃഷിയുണ്ട്. അതുപോലെ പച്ച നെറ്റൊക്കെ കെട്ടി നിറച്ച് വെച്ചിരിക്കാനതാ ഇവിടെ കാണാൻ നിറച്ച് പൈനാപ്പിൾ കൃഷി. നല്ല രസകരമായ കാഴ്ച. സ്പ്രിംഗ്ഫീൽഡ് ഫാം. ആ ഫാമിന് പേര് തന്നെ ഉണ്ട്, സ്പ്രിംഗ്ഫീൽഡ് ഫാം. റോഡിൽ കൂടെ പോകുന്തോറും കാട്ടിനകത്തൂടെയാണോ പോകുന്നതെന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. അത്രയ്ക്കൊരു ഇരുണ്ട ഒരു പ്രതീതിയാണ് തോന്നുന്നത്. വീടുകളൊക്കെ അവിടെ കാണുമ്പോൾ ഒരു ചെറിയ ആശ്വാസം. അവിടെ ഒരു ചെടിയുണ്ട്. അപ്പൊ നമ്മളങ്ങനെ കോട്ടൂർ ജംഗ്ഷൻ എത്തി. അപ്പോ നമുക്കിനി പോവേണ്ടത് നേരെയാണ്. അതെ, ചെറിയൊരു ടൗൺ ആണ് കോട്ടൂർ ജംഗ്ഷൻ. ഇതുവഴി ഇനി ഒരു 200 മീറ്റർ പോയിട്ട് റൈലിലേക്കാണ്. എല്ലാം ചെറിയ ചെറിയ കച്ചവട കേന്ദ്രങ്ങളുണ്ട്. ചോനാമ്പാറ നേരെ കാപ്പുകാട് 1.5 കിലോമീറ്റർ. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കാപ്പുകാട് 1.5 കിലോമീറ്റർ. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു.
ഈ റോഡ് ടാറിങ് അല്ല, ഇത് കോൺക്രീറ്റ് ആണ്. നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. മുൻപ് വന്നപ്പോൾ ഭയങ്കര മോശമായിട്ട് ഈ റോഡ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നു. അതൊക്കെ ഇപ്പൊ മാറ്റി. അവര് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയതുകൊണ്ട് തന്നെ അവര് നല്ല രീതിക്ക് അത് കോൺക്രീറ്റ് ഇട്ടെടുത്തു റോഡ്. നല്ലൊരു വ്യൂ, രണ്ട് സൈഡും നമുക്ക് റബ്ബർ മരങ്ങൾ കാണാം. നല്ല തണലാണ് റോഡ്, നല്ല തണുപ്പുണ്ട്. എന്തായാലും ഇങ്ങോട്ട് മഴയൊന്നുമില്ല, അതുകൊണ്ട് കൊള്ളാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് ഇനി വണ്ടി പാർക്കിംഗ് ഉള്ളത്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഏരിയ ഉണ്ട്, വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറാം.